Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technofactory with me Sumodh and guys welcome to 32 to setup episode number 9. 9th എപ്പിസോഡിൽ നമുക്ക് ഇന്നുള്ളത് 4 എൻട്രീസ് ആണ്. എൻട്രീസിലോട്ട് പോകുന്നതിന് മുമ്പേ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനുണ്ട്. അത് 2 weeks ആയിട്ട് നമുക്ക് കുറേ എൻട്രീസ് വന്നിട്ടുണ്ട്. സോ വന്ന എൻട്രീസിൽ കുറേ ഫോട്ടോസും എന്താ പറയുക, കുറേ പേർ അയച്ച ഫോട്ടോസ് എല്ലാം തന്നെ കംപ്രസ്ഡ് ആയിട്ടുള്ള ഇമേജസ് ആണ്. കംപ്രസ്ഡ് എന്ന് പറയുമ്പം ഐ തിങ്ക് ഫോണിൽ എടുത്തിട്ട് വാട്സപ്പ് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെയാണ് എനിക്ക് തോന്നുന്നു ഫോർവേഡ് ചെയ്തത് ഇമെയിലിൽ. സോ അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ഫോട്ടോസ് 30-40 KB ഫയൽസ് ആണ്. സോ ചെറിയ ലോ റെസൊല്യൂഷൻ ഫോട്ടോസ് ആണ് എല്ലാം തന്നെ. നമ്മളത് 1080p വീഡിയോ ഫോർമാറ്റിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയ റെസൊല്യൂഷൻ ഫോട്ടോസ് ആണ്. അതിനെ നമ്മൾ സൂം ചെയ്താലും ഒരു യൂസും ഇല്ല, കാരണം ഒട്ടും ക്ലാരിറ്റി ഉണ്ടാകുന്നില്ല. സോ അതുകൊണ്ട് പറയാനുള്ളത്, ഫോട്ടോസ് അയക്കുമ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റി ഫോട്ടോസ് അയക്കാൻ ട്രൈ ചെയ്യുക. കംപ്രസ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഇൻ കേസ് ചിലപ്പം ഇമെയിൽ സൈസ് കുറയ്ക്കാനൊക്കെ ആയിരിക്കും, ബട്ട് സ്റ്റിൽ അത് നമുക്ക് കിട്ടിയിട്ട് യൂസ് ഒന്നുമില്ല, നമുക്കത് ഷോക്കേസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ ബെറ്റർ നല്ല ഇമെയിൽ ക്വാളിറ്റി. അതിപ്പം ഒറ്റ ഇമെയിലിൽ പറ്റിയില്ലെങ്കിൽ 2, 3, 4 ഇമെയിൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അയക്കാൻ പറ്റും. മാക്സിമം നല്ല ക്വാളിറ്റിയിൽ നല്ല ലൈറ്റിങ്ങിലൊക്കെ ഉള്ള സമയത്ത് ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ഇനി അയക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് അയക്കുമ്പം പോർട്രേറ്റ് ഫോട്ടോസ് അയക്കാതിരിക്കുക. പോർട്രേറ്റ് മോഡിൽ അയക്കേണ്ട, ലാൻഡ്സ്കേപ്പ് മോഡിൽ അയച്ചാലേ നമുക്കത് ക്ലിയർ ആയിട്ട് ഫുൾ സ്ക്രീനിൽ കാണിക്കാൻ പറ്റത്തുള്ളൂ. സോ ലാൻഡ്സ്കേപ്പ് മോഡിൽ തന്നെ അയക്കുക. ആൻഡ് ഹൈ റെസൊല്യൂഷൻ അല്ലെങ്കിൽ നല്ല ക്ലിയർ ഉള്ള ഫോട്ടോസ് അയക്കാൻ ട്രൈ ചെയ്യുക. സോ എന്തായാലും 9th എപ്പിസോഡ് ഓഫ് 32 to setup തുടങ്ങാം. സോ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് എൻട്രി വന്നേക്കുന്നത് ഫ്രം ജോഷുവ ജോൺസൺ ആണ്. പ്ലേസ് ഇടുക്കിയാണ്. പുള്ളി ഇത് ഗെയിമിംഗ് ആൻഡ് ലൈറ്റ് എഡിറ്റിംഗിന് വേണ്ടിയാണ് ഈ റിഗ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഓൾസോ പുള്ളി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട്. കാരണം പുള്ളി വാട്സപ്പ് ഗ്രൂപ്പിലെ ഹെൽപ്പ് കൊണ്ടാണ് കുറേ ഈ ബിൽഡ് മൊത്തം കംപ്ലീറ്റ് ചെയ്തത്. ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ അത് ഒപ്പിച്ച് തട്ടിക്കൂട്ടി എടുത്തൊരു സെറ്റപ്പാണ്. സോ എന്തായാലും ഗ്രൂപ്പ് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്ക് ഒരു PC അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഈ കാണുന്നതാണ് പുള്ളിയുടെ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഓവറോൾ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. PCയുടെ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ടേബിൾ ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് കുറച്ച് സ്പേസ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ്. സ്പെക്സ് വൈസ് നോക്കുവാണെങ്കിൽ Ryzen 5 3500 CPU ആണ്. MSIയുടെ B450 Tomahawk Max മദർ ബോർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. 16GB Corsairന്റെ 3000 MHz RAM ആണ്. 1070 Ti ആയിരുന്നു ഗ്രാഫിക്സ് കാർഡ്. അത് പുള്ളി അപ്ഗ്രേഡ് ചെയ്ത് 2060 സൂപ്പർ ആക്കിയിട്ടുണ്ട്. ആൻടെക്കിന്റെ സെമി മോഡുലാർ 550 വാട്ട്സിന്റെ പവർ സപ്ലൈ ആണ്. 2TB WD ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നുണ്ട്. 512GB സാംസങ് SSD ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ആന്റി സ്പോർട്സിന്റെ 5MT കേസ് ആണ്. പെരിഫറൽസിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ മോണിറ്റർ അടിപൊളിയാണ്. MSIയുടെ ഒപ്റ്റിക്സ് 24 കർവ്ഡ് 144 Hz 1 ms റെസ്പോൺസ് ടൈം ഉള്ള നല്ലൊരു മോണിറ്റർ ആണ്. ഗെയിം പാഡ് ഒരു റെഡ് ഗിയറിന്റെ ഫ്ലാഷ് X എന്ന് പറയുന്ന ഗെയിം പാഡ് യൂസ് ചെയ്യുന്നുണ്ട്. മൗസ് ഐബോൾഡ് ആണ്. സെബ്രോണിക്സിന്റെ ബേസിക് കീബോർഡും ക്രിയേറ്റീവിന്റെ സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ പുള്ളി തന്നെ പറയുന്നുണ്ട് കീബോർഡും മൗസും കുറച്ച് പഴയതാണ്, അത് ചേഞ്ച് ചെയ്യണം, അത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന്. സോ PC വൈസ് നോക്കുകയാണെങ്കിൽ പുതിയൊരു PC സെറ്റപ്പാണ്. സോ അപ്ഗ്രേഡ്സ് വലുതായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഓൺലി പെരിഫറൽ സൈഡിൽ കീബോർഡും മൗസും ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്താൽ മതിയായിരിക്കും. ഓവറോൾ സെറ്റപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ കേബിൾ മാനേജ്മെന്റ് അത്യാവശ്യം നീറ്റായിട്ട് ഇതിന് പുള്ളി ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ പെട്ടെന്ന് ഒറ്റയടിക്ക് നമ്മൾ കാണുമ്പം CPU കൂളറിന്റെ കേബിളാണ് നമ്മൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്യുന്നത്. കാരണം അത് കുറച്ച് പുറത്തോട്ട് നിൽക്കുവാണ്. അത് റാമിന്റെ താഴെയോ അല്ലെങ്കിൽ കൂളറിന്റെ താഴെയായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നീറ്റ് ആയിരിക്കും. ബാക്കി എല്ലാ കേബിൾ മാനേജ്മെന്റും ഓക്കെയാണ്. പിന്നെ ഒരു കാര്യം പറയാന്നുള്ളത്, PCയും മോണിറ്ററും വെച്ചേക്കുന്ന ഈ ഒരു സ്റ്റൈലാണ്. ഇത് നമുക്കൊന്ന് കുറച്ചുകൂടെ സ്പേസ് കിട്ടാൻ വേണ്ടി മേ ബി ആ PC എടുത്ത് താഴെ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ഗ്യാപ്പ് CPU വെക്കാനുള്ള ഗ്യാപ്പിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ അവിടെ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ കുറച്ചുകൂടെ മോണിറ്റർ വെക്കാനും കീബോർഡും മൗസും ടേബിളിന്റെ മേളിൽ തന്നെ വെക്കാൻ കുറച്ചുകൂടെ സ്പേസ് കിട്ടും. ഐ തിങ്ക് അതായിരിക്കും കുറച്ചുകൂടെ ഒരു ഓപ്റ്റിമൽ നല്ലൊരു പൊസിഷൻ എന്ന് പറയുന്നത്. കാരണം കീബോർഡും മൗസും ഒരേ ലെവലിൽ ഇരിക്കുന്ന, ഒരേ സർഫേസ് ഒരേ ലെവലിൽ ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഗെയിമിംഗ് ആയാലും ഓർ എന്ത് യൂസ് ആയാലും. ഇപ്പം ഈ ഒരു വെച്ചേക്കുന്ന സെറ്റപ്പിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിലായിരിക്കും. അതായത് കീബോർഡ് ഇവിടെ, മൗസ് ഇവിടെ ആയിട്ടാണ്. സോ അതൊരു ഓക്വേർഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. സോ ടേബിളിൻ്റെ മേളിൽ തന്നെ വെക്കാൻ പറ്റുന്നതാണ് എപ്പോഴും നല്ലത്. സോ അതിനെന്തായാലും PCയെ നമുക്ക് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട്, നോർമൽ യൂസിൽ തന്നെ 80 to 85 ടെമ്പറേച്ചർ പോകുന്നുണ്ടെന്നാണ്. ഇത് നോർമൽ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി നോർമൽ യൂസിൽ ഒരു 80 to 85 പോകുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി അത്ര നോർമൽ ഒന്നുമല്ല, കുറച്ച് അബ്നോർമലാണ്. ഇതിപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ഫിസിക്കലി സിസ്റ്റം നോക്കി കുറച്ച് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു തേർഡ് പാർട്ടി നല്ലൊരു എയർ കൂളർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് നമുക്ക് നോക്കാൻ പറ്റും ടെമ്പറേച്ചേഴ്സ് കുറയുന്നുണ്ടോ എന്താണെന്ന്. സോ മേ ബി അത് നിങ്ങളുടെ ടെമ്പറേച്ചേഴ്സിൻ്റെ ഇഷ്യൂ ഒന്ന് കുറയ്ക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കാം. ബട്ട് റൈസൻ്റെ ആയതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂ വരാൻ ആക്ച്വലി ചാൻസ് കുറവാണ്. ബട്ട് എന്തുകൊണ്ട് 80 to 85 എന്ന് നോർമൽ യൂസിൽ, ഈവൻ ഗെയിമിങ്ങിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 80 എത്തിക്കഴിഞ്ഞാൽ ഓക്കെയാണ്.
ബാക്കി എന്തായാലും ഒന്നും പറയാനില്ല, അടിപൊളി സെറ്റപ്പാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും ജോഷുവ ജോൺസൺ, താങ്ക് യു ഫോർ സെൻഡിങ് ദി എൻട്രി. നമ്മുടെ നെക്സ്റ്റ് സെറ്റപ്പ് അയച്ചേക്കുന്നത് നിയാസ് ഫ്രം കൊല്ലമാണ്. പുള്ളി ഈ സെറ്റപ്പ് യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഗെയിമിങ്ങിന് വേണ്ടിയാണ്. സോ നിയാസിന്റെ ഒരു എൻട്രി ലെവൽ PC സെറ്റപ്പാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഓക്കെ സെറ്റപ്പാണ്. നല്ല ഒരു എൻട്രി ലെവൽ PC ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സെറ്റപ്പാണിത്. കേബിൾസും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലട്ടേർഡ് ആയിട്ടാണ് ടേബിളിന്റെ മേളിൽ കിടക്കുന്നത്. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കും. ഫോട്ടോസ് അങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യുന്നത്. സ്പീക്കറിന്റെ മേളിലാണ് പുള്ളി ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ ഫിഷ് ബൗൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ഇലക്ട്രിക്കൽ ഹസാർഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഒരു സേഫ് ഓപ്ഷൻ അല്ല. കാരണം എന്തെങ്കിലും ചെറിയൊരു ഇതിൽ അത് കയ്യോ കാലോ എന്തെങ്കിലും തട്ടി താഴെ പോവുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി താഴെ ഇലക്ട്രിക്കൽ സർക്യൂട്ടും കാര്യങ്ങളുള്ള പാർട്സ് ആണ്. സോ അത് ആക്ച്വലി ഇങ്ങനെ വെക്കുന്നത് അഡ്വൈസബിൾ അല്ല. ഇത് വേറെ ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ട് എവിടെയെങ്കിലും വെക്കേണ്ട ഒരു കാര്യമാണ്. സ്പെഷ്യലി ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഐറ്റംസിന്റെ കൂടെ ഇങ്ങനത്തെ സംഭവങ്ങൾ വെക്കുന്നത് അത്ര അഡ്വൈസബിൾ അല്ല. സോ ബെസ്റ്റ് ഇത് സെപ്പറേറ്റ് ആയിട്ട് എവിടെയെങ്കിലും ചെറിയൊരു ടേബിളിൽ വെക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ബാക്കി സ്പെക്സും കാര്യങ്ങളും PCയുടെ നോക്കുവാണെങ്കിൽ Ryzen 3200G APU ആണ് യൂസ് ചെയ്യുന്നത്. ASUSന്റെ EX-A320M മദർ ബോർഡ് ആണ്. 8GB റാം ആണ്. 1TB ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നത്. കിങ്സ്റ്റന്റെ 240GB SSD ഉണ്ട്. VS450 ആണ് പവർ സപ്ലൈ. DF500 ആൻടെക്കിന്റെ കേസ് ആണ് പുള്ളി യൂസ് ചെയ്യുന്നത്. മോണിറ്റർ 21 ഇഞ്ചിന്റെ Acerന്റെ HD മോണിറ്റർ ആണ്. റെഡ് ഗിയറിന്റെ ഒരു കോംബോ ആണ് യൂസ് ചെയ്യുന്നത്. കീബോർഡും മൗസിന്റെ റെഡ് ഗിയർ മാൻറ്റ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഹെഡ്ഫോൺസും ഇതിന്റെ തന്നെ ഒരു കോംബോ ആണെന്ന് തോന്നുന്നു. റെഡ് ഗിയറിന്റെ തന്നെയാണ്. ഇൻടെക്സിന്റെ ആണ് സ്പീക്കർ യൂസ് ചെയ്യുന്നത്. സോ ഓവറോൾ സെറ്റപ്പ് ഒരു എൻട്രി ലെവൽ ഗെയിമിംഗ് PCയുടെ സെറ്റപ്പ് ആണ്. സോ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. കേബിൾ മാനേജ്മെന്റ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യാം. കേബിൾ മാനേജ്മെന്റിൽ എസ്പെഷ്യലി 1-2 കേബിൾസ് അവിടെ ഇവിടെ ഊരി കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് പാനൽ കണക്ടറിന്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ആ ഫിഷ് ബൗളിന്റെ സംഭവം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ സ്പീക്കേഴ്സിന്റെ പ്ലേസ്മെന്റും ഒരു സൈഡിൽ നല്ലാതെ സ്പീക്കേഴ്സ് രണ്ട് സൈഡിൽ വെക്കുന്നതായിരിക്കും നല്ലത്. സെൻട്രൽ എവിടെയെങ്കിലും സബ് വൂഫർ വെച്ചിട്ട് രണ്ട് സൈഡിലായിട്ട് സ്പീക്കേഴ്സ് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു ഇമ്പാക്ട് നമുക്ക് ഡയറക്റ്റ് ഇയേഴ്സിലോട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഫ്യൂച്ചർ അപ്ഗ്രേഡ്സിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 3200G ആണ് പ്രോസസർ. സോ മേ ബി ഒരു ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഒരു 8GBയുടെ റാമും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. ഇൻ കേസ് ഫ്യൂച്ചറിൽ നല്ലപോലെ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മദർ ബോർഡും ചേഞ്ച് ചെയ്യുന്നത് നല്ലതാണ്. മദർ ബോർഡ് ഒരു B450 അല്ലെങ്കിൽ ഒരു B550 പോകുന്നത് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. എന്തായാലും PC അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു നല്ല മോണിറ്റർ എടുക്കുന്നത് നല്ലതാണ്. 21 ഇഞ്ചിന് 24 ഇഞ്ചിന്റെ ഫുൾ HD ഒരു മോണിറ്ററിലോട്ട് പോകുന്നത്. സോ നിങ്ങളുടെ PCയുമായിട്ട് മാച്ച് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് മോണിറ്റർ ആയിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. സോ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഈ പോയിന്റ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. എന്തായാലും ഓവറോൾ സെറ്റപ്പ് ഓക്കെ ആണ്. കേബിൾ മാനേജ്മെന്റും ഞാൻ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മതി. സോ എന്തായാലും നിയാസ്, താങ്ക് യു ഫോർ ദി എൻട്രി. നെക്സ്റ്റ് എൻട്രി വന്നേക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അയച്ചേക്കുന്നത് ഷാരോൺ ബാബു ആണ്. പുള്ളി ഈ PC യൂസ് ചെയ്യുന്നത് ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു എൻട്രി ലെവൽ PC ആണ്. ഷാരോൺ ഒരു യൂട്യൂബ് ചാനലുണ്ട്, ലെൻസ് മീഡിയ ആൻഡ് ഫോട്ടോഗ്രാഫി എന്നാണ് ചാനലിന്റെ പേര്. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് പുള്ളി ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് ഉണ്ടാകും. എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും PC നോക്കുവാണെങ്കിൽ ഇതാണ് പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്ന ഇപ്പോഴത്തെ PC. ഇതും റീസെന്റ് ആയിട്ട് പുള്ളി തന്നെ ബിൽഡ് ചെയ്ത ഒരു PC ആണ്. സോ ഓവറോൾ ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് എൻട്രി ലെവൽ PC ആണ്. ആക്ച്വലി മോണിറ്ററിന് പകരം പുള്ളി ഒരു പഴയ TV ആണ് യൂസ് ചെയ്യുന്നത്. സോണിയുടെ ഒരു TV ആണെന്ന് തോന്നുന്നു. ചെറിയൊരു ടേബിൾ ആണ്. കോമ്പാക്ട് ആയിട്ടുള്ള നല്ലൊരു അത്യാവശ്യം ഡീസെന്റ് PC തന്നെയാണ്. ഓവറോൾ ലുക്ക് നോക്കുമ്പോൾ സ്പെക്സ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് സ്പെക്സിലുള്ളത് Ryzen 3200G പ്രോസസർ ആണ്. ഗിഗബൈറ്റിന്റെ A320 മദർ ബോർഡ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കോർസൈന്റെ 8GB റാമും ഹാർഡ് ഡിസ്ക് 1TB ആണ്. 240GB ഒരു SSD ഉണ്ട്. 550 വാട്ട്സിന്റെ കൂളർ മാസ്റ്റർ പവർ സപ്ലൈയും ആൻടെക്കിന്റെ NX200 കേസ് ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ആന്റി സ്പോർട്സിന്റെ 3 RGB ഫാൻസും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പെരിഫറൽ സൈഡ് നോക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സോണിയുടെ ഒരു LED TV ആണ് യൂസ് ചെയ്യുന്നത്. സെബ്രോണിക്സ് ബ്രാൻഡിന്റെ ഗെയിമിംഗ് കീബോർഡ് മൗസ് കോംബോ ആണ്. സൗണ്ട് സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്നത് സോണിയുടെ 2 ബോക്സ് ആംപ്ലിഫയേഴ്സ് ആണ്. സോ ഇതാണ് ഷാരോന്റെ ഒരു APU ബേസ്ഡ് എൻട്രി ലെവൽ PC. കേബിൾ മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ കേബിൾ മാനേജ്മെന്റ് നല്ലപോലെ ഇംപ്രൂവ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ഇതിനകത്ത്. ബിക്കോസ് കേബിൾസ് എല്ലാം തന്നെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഐ തിങ്ക് ചില കേബിൾസ് എല്ലാം ഫ്രണ്ടിൽ നിന്നാണ് റൗട്ട് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ബാക്കിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് വേണം ഫ്രണ്ടിലെ മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. സോ ഇതെല്ലാം ഐ തിങ്ക് ഫ്രണ്ടിൽ നിന്ന് കണക്ട് ചെയ്തുകൊണ്ടാണ് ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ ഇത്രയും കേബിൾസ് ക്ലട്ടേർഡ് ആയിട്ട് കിടക്കുന്നത്. അതേപോലെ ആൻടെക്കിന്റെ RGB ഫാൻസിന്റെ ഹബും കണക്ട് ചെയ്തേക്കുന്നത് ഫ്രണ്ടിലാണ്. ഇത് ആക്ച്വലി മദർ ബോർഡിന്റെ ബാക്കിലാണ് വരേണ്ടത്. സോ ബാക്കിൽ വരുമ്പോഴേ ഒരു ക്ലീൻ ലുക്ക് കിട്ടത്തുള്ളൂ. സോ മെയിൻ ആയിട്ട് പറയാനുള്ളത് കേബിൾ മാനേജ്മെന്റ് ആണ്. പിന്നെ ഇൻ കേസ് കുറച്ചുകൂടി നല്ലൊരു ബിഗർ ടേബിൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അതേപോലെ ഒരു ചെയറും നല്ലൊരു ആം സപ്പോർട്ട് ഒക്കെ ഉള്ള ഒരു ചെയറും കൂടി നല്ലതുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇൻ ഫ്യൂച്ചർ നല്ലതായിരിക്കും. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, ഓൺ ദ ലോങ് ടൈം ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. ലോങ് ടൈം കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ബാക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് സപ്പോർട്ടിന് അത് നല്ലതാണ് ഒരു നല്ല ചെയർ വാങ്ങുന്നത്. അത് കുറച്ച് ഫ്യൂച്ചറിലോട്ട് നോക്കാം. പക്ഷെ PC സൈഡ് അപ്ഗ്രേഡ് നോക്കുവാണെങ്കിൽ ഇതിന് മുമ്പത്തെ സെറ്റപ്പിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഒരു GPU അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഒരു റാമും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ട് CPU നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം 3500 ഇൻ കേസ് മദർ ബോർഡും B450 ആയിട്ട് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ നല്ലൊരു ഗെയിമിംഗ് ആൻഡ് എഡിറ്റിംഗ് PC ആയിട്ട് കൺവേർട്ട് ആകും.
നിങ്ങളുടെ PC. സോ അത് കഴിഞ്ഞ് ടിവിന്ന് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മോണിറ്ററിലോട്ട് മാറുന്നത് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അപ്ഗ്രേഡ് പാത്ത് എന്ന് പറയുന്നത് ഇതാണ്: ഗ്രാഫിക്സ് കാർഡ്, പിന്നെ റാം, പിന്നെ CPU, അത് കഴിഞ്ഞ് മോണിറ്റർ. സോ ഇതൊക്കെ ഒന്ന് ഫ്യൂച്ചറിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരു ലോ എൻഡ് PC ഒരു അത്യാവശ്യം മിഡ് റേഞ്ച് PCയിലേക്ക് അല്ലെങ്കിൽ അത്യാവശ്യം 1080p നല്ല ഹൈ സെറ്റിംഗ്സിൽ ഗെയിം കളിക്കാവുന്ന ഒരു PC ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഷാരോന്റെ PC. ആൻഡ് ഷാരോൻ, താങ്ക് യു ഫോർ സെൻഡിങ് ദി എൻട്രി. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് ആൻഡ് ഫൈനൽ എൻട്രി വന്നേക്കുന്നത് ഫ്രം ബാംഗ്ലൂർ ആണ്. ബാംഗ്ലൂരിൽ നിന്ന് റോബിൻസ് ആണ് അയച്ചേക്കുന്നത്. ഗ്രാഫിക്സ് മീഡിയ എന്ന് പറയുന്ന ഐ തിങ്ക് ഫോട്ടോ എഡിറ്റിംഗ് ആൻഡ് വീഡിയോ എഡിറ്റിംഗിന്റെ സ്റ്റുഡിയോ ആണെന്ന് തോന്നുന്നു. സോ ഫുള്ളി ഇത് യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിനും ലൈറ്റ് റൂം വർക്സിനും അതേപോലെ തന്നെ പ്രീമിയർ പ്രോ വർക്കും യൂട്യൂബ് വീഡിയോസിനും വേണ്ടിയാണെന്നാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. സോ ഈ കാണുന്നതാണ് റോബിൻസിന്റെ PC സെറ്റപ്പ്. ഐ തിങ്ക് സ്റ്റുഡിയോയിലുള്ള ഒരു വർക്ക് ബേസ്ഡ് PC സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. സോ എന്തായാലും ഓഫീസ് ഏരിയ അല്ലെങ്കിൽ ഓഫീസ് യൂസ് ചെയ്യുന്ന ഒരു PC ആണെങ്കിൽ അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി യൂസ് ചെയ്യുന്നത് 32GB റാം ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ബിക്കോസ് ഫോട്ടോസിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു സിംഗിൾ റാം സ്റ്റിക്ക് നമുക്ക് കാണുന്നുള്ളൂ. സോ ഇൻ കേസ് 32GB സിംഗിൾ റാം സ്റ്റിക്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ശരിക്കും ഒരു ഡ്യുവൽ ചാനൽ അല്ല വർക്കാണ്, സിംഗിൾ ചാനലാണ്. സോ പെർഫോമൻസ് ചെറിയൊരു സംഭവം, ചെറിയൊരു ഇത് വരാൻ ചാൻസ് ഉണ്ട്. സോ ബെറ്റർ ഒരു ഡ്യുവൽ ചാനൽ കോൺഫിഗറേഷൻ ചെയ്യുന്നതായിരിക്കും. 16GB രണ്ടെണ്ണോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ 32GB കൂടെ പറ്റുമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ഒരു നല്ല ഓപ്ഷൻ. എന്തായാലും PCയുടെ ഓവറോൾ സ്പെക്സ് നോക്കുവാണെങ്കിൽ പുള്ളി യൂസ് ചെയ്യുന്നത് Intel i5-9400F പ്രോസസ്സറാണ്. ഗിഗബൈറ്റിന്റെ B365M DS3H മദർ ബോർഡ്. സോട്ടാക്കിന്റെ 1660 Ti 6GB ഗ്രാഫിക്സ് കാർഡാണ്. കിങ്സ്റ്റന്റെ നേരത്തെ പറഞ്ഞ പോലെ 32GB റാം ആണ്. സാംസങ് 850 EVO SSD, സീഗേറ്റിന്റെ 2TB ഹാർഡ് ഡിസ്ക്, തെർമൽടെക്കിന്റെ V200TG കേസ് ആണ്. ഒരു ഡ്യുവൽ മോണിറ്റർ സെറ്റപ്പ് ആണ് പുള്ളി യൂസ് ചെയ്യുന്നത്. രണ്ടും തന്നെ ഡെല്ലിന്റെ മോണിറ്റേഴ്സ് ആണ്. കീബോർഡും മൗസും യൂസ് ചെയ്യുന്നതും ഡെല്ലിന്റെ തന്നെ വയർലെസ് കീബോർഡും മൗസും ആണ്. അതേപോലെ APCയുടെ UPS യൂസ് ചെയ്യുന്നത് ആൻഡ് എക്സ്റ്റേണൽ ബാക്കപ്പിന് വേണ്ടി WDDയും സീഗേറ്റിന്റെയും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഒരു ഓഫീസ് സ്റ്റുഡിയോ സെറ്റപ്പ് ആണ്. പവർ സപ്ലൈയുടെ മേളിലെ ആ ഗ്ലാസ് പ്ലേറ്റും അതേപോലെ ഗ്രാഫിക്സ് കാർഡിന്റെ മേളിലും ഒരു ഗ്ലാസ് പ്ലേറ്റ് എന്തോ സംഭവം കാണുന്നുണ്ട്. അത് കുഴപ്പമില്ല. പക്ഷേ പവർ സപ്ലൈയുടെ മേളിലെ സംഭവം എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കേബിൾ മാനേജ്മെന്റ് ഈസി ആയിരിക്കും. കേബിൾ മാനേജ്മെന്റ് എന്തായാലും കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ റാമിന്റെ കാര്യം മറക്കണ്ട. പറ്റുവാണെങ്കിൽ ഒരു എക്സ്ട്രാ 32GB അപ്ഗ്രേഡ് ചെയ്യാം. ആൻഡ് ഓബിയസ്ലി 1660 Ti ഗ്രാഫിക്സ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ്ലി എഡിറ്റിംഗ് വർക്ക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് i5-ന്ന് i7ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഒരു ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഒരു 9700K ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. 9700K എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി എയർ കൂളർ അല്ലെങ്കിൽ ലിക്വിഡ് കൂളർ വാങ്ങുന്നത് നല്ലതായിരിക്കും. സോ അതായിരുന്നു നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നും റോബിൻസിന്റെ എൻട്രി. താങ്ക് യു റോബിൻസ് ഫോർ ദി എൻട്രി. സോ ഗൈസ്, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ തട്ടിക്കൂട്ട് സെറ്റപ്പ് എപ്പിസോഡ് നമ്പർ 9 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ 4 സെറ്റപ്സ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു, എന്താണ് നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ 2 കാര്യങ്ങൾ മറക്കല്ല്. അതാണ് ഫോട്ടോ അയക്കുമ്പം ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ അയക്കാൻ ട്രൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഫോട്ടോസ് അയക്കാൻ ട്രൈ ചെയ്യുക. പോർട്രേറ്റ് മോഡിൽ അയക്കാതിരിക്കുക. സോ ലാൻഡ്സ്കേപ്പ് മോഡിൽ അയച്ചാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഫുൾ സ്ക്രീനിൽ അത് കാണിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എൻട്രീസ് അയക്കാൻ ഇനിയും താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. എവിടെയാണ് അയക്കേണ്ടത്, എങ്ങനെയാണ് അയക്കേണ്ടത്, ഫോട്ടോസ് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഏതൊക്കെ ഫോട്ടോസ് ആണ് നമുക്ക് വേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള മണി ഒന്ന് അടിച്ചിട്ടേക്കുക. എന്തായാലും ഗൈസ്, അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.